നമ്മളെപ്പോഴും സ്കിൽസ് എന്ത് ചെയ്യണം, എപ്പോഴും അക്വയർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്ലൈ ചെയ്യാന്നുള്ള അതെ, ആ കോൺസെപ്റ്റ് എങ്ങനെ ആ ഒരു സിനാരിയോയിൽ അപ്ലൈ ചെയ്യാം എന്നാണ് അവർ നോക്കുന്നത്. അത് ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ. ഇനിഷ്യൽ പേപ്പേഴ്സ് ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു മെൻറ്ററിൻ്റെ അടുത്ത്, ഒരു ഫാക്കൽറ്റി അടുത്ത് പോയി പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാനിതൊക്കെ കുറേ സ്റ്റുഡൻസിനോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ നിങ്ങൾ ACC എടുത്തേക്കുന്നത്, പിന്നെ പെട്ടെന്ന് സെറ്റിൽ ആവണം, കല്യാണം കഴിക്കണം. എൻ്റെ ഇൻ്റർവ്യൂ എടുത്ത മാനേജർ പറയുന്നത് അതൊരു എന്താ പറയുക, ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ടാക്സിലേക്കാണെങ്കിൽ ആ ടാക്സിൽ ഏത് റൂളിൽ വേണമെങ്കിൽ ഏത് ടീമിൽ വേണമെങ്കിൽ കയറാം. പക്ഷേ ആ മാനേജർ, എൻ്റെ ഇൻ്റർവ്യൂ എടുത്ത മാനേജർ പറയുന്നത് രാഹുലിനെ എൻ്റെ ടീമിൽ വേണം. എൻട്രി കൊമേഴ്സ് കരിയർ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നോടൊപ്പം ഉള്ളത് രാഹുലാണ്. രാഹുൽ ACCA, എൻട്രി ACCയുടെ ചീഫ് അക്കാഡമിക് അഡ്വൈസർ കൂടിയാണ് രാഹുൽ. താങ്ക് യു. നമ്മൾ ലാസ്റ്റ് ടൈമിൽ നമ്മൾ കുറച്ചധികം വിഷയങ്ങൾ ACC സംബന്ധിച്ച് ഡിസ്കസ് ചെയ്തു. എക്സാം സ്ട്രക്ചർ, ഡ്യൂറേഷൻ, ഫീസ്, കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അത് കാണാത്തവർ ഈ ചാനലിൽ തന്നെ ആ വീഡിയോ ഉണ്ട്, അത് നിർബന്ധമായും കാണാൻ ശ്രമിക്കാം. സോ ഈ എപ്പിസോഡിൽ നമ്മൾ കുറച്ചുകൂടി വർക്കിംഗ് പ്രൊഫഷണൽസിന് എങ്ങനെ ACCയിലേക്ക് എത്താം, അല്ലെങ്കിൽ ACC എങ്ങനെയാണ് പഠിക്കേണ്ടത് തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ബേസിക്കലായിട്ട് തുടങ്ങിയാൽ സയൻസ് സ്ട്രീമിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ACC എത്രത്തോളം അപ്രോച്ചബിൾ ആണ്, അവർക്ക് എങ്ങനെ ACCയിലേക്ക് എത്താൻ കഴിയും? ഈവൻ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും ACCയിലേക്ക് എത്തുമ്പോൾ ഒരാദ്യം ഓർക്കുമ്പോൾ എനിക്ക് മേ ബി ACC സ്ട്രഗ്ലിംഗ് ആയിരിക്കും, ഞാൻ അക്കൗണ്ടിങ് ഒന്നും പഠിച്ചിട്ടില്ല, എനിക്ക് ഡെബിറ്റ് എന്താ ക്രെഡിറ്റ് എന്താണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ മാർക്ക് അച്ചീവ് ചെയ്തതും ACC പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തേക്കുന്നതും സ്റ്റുഡൻസ് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരായിരിക്കും പെട്ടെന്ന്. കാരണം അതിൻ്റെ ഒരു റീസൺ അത് ലോജിക്കൽ റീസണിങ്ങും അങ്ങനത്തെ കുറച്ച് സ്കിൽസ് ഉണ്ടല്ലോ അവർക്ക് സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത്. അപ്പം അവർക്കതുള്ളതുകൊണ്ട് ACCയിലും അത് ഉണ്ട്. ആ ഒരു ലോജിക്കൽ റീസണിങ് MA ഒക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ലോജിക്കൽ സ്കിൽസ് ഉണ്ടെങ്കിൽ ബെറ്റർ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ മാത്സിൻ്റെ സ്കിൽസ് അല്ല അവിടെ, മാത്സ് സ്കിൽസ് അല്ല, പക്ഷേ ലോജിക്കൽ റീസണിങ്ങും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുള്ള ആ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് സ്റ്റുഡൻസ് കൂടുതലുള്ളത്. കൊമേഴ്സിൽ ഇല്ലെന്നല്ല, കൊമേഴ്സ് സ്റ്റുഡൻസിനേക്കാൾ റിസൾട്ടിൽ അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാവും. മേ ബി അതായിരിക്കും കൊമേഴ്സ് സ്റ്റുഡൻറ്റ് അറിയാവുന്ന. ഞാൻ കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണ്, എനിക്കറിയില്ല. പക്ഷേ സയൻസ് സ്റ്റുഡൻറ്റ് മേ ബി അവർക്ക് അറിയില്ല, ന്യൂ ടോപ്പിക് കംപ്ലീറ്റ്ലി ന്യൂ ആണല്ലോ. അതുകൊണ്ട് മേ ബി അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും റിസൾട്ട്. എക്സംഷൻ ACCയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ടേമാണ് അല്ലേ? അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. കാരണം BCom, MCom, അതല്ലെങ്കിൽ BBA പഠിച്ചവരുണ്ട്, പിന്നെ CA ഇന്റർ, CMA, അങ്ങനെ കുറേ എക്സംഷൻ റൂട്ടുകൾ കേട്ടിട്ടുണ്ട്. അതൊന്ന് നോർമലി ACC എക്സംഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഒരു സർട്ടൻ കോഴ്സസ് പഠിച്ചതുകൊണ്ട് ആ ഒരു മാച്ച് ചെയ്തിട്ട്, ആ കോഴ്സസ് മാച്ച് ചെയ്ത്, പ്രോഗ്രാം മാച്ച് ചെയ്തിട്ട് അത്രയും പേപ്പേഴ്സ് ചെയ്യണ്ട എന്നൊരു ക്രൈറ്റീരിയയാണ് ACC വെച്ചിരിക്കുന്നത്. അതാണ് എക്സംഷൻ. ഇപ്പോൾ നോർമലി ഒരു BCom സ്റ്റുഡൻറ്റിന് BCom കംപ്ലീറ്റ് ചെയ്ത ഒരാൾക്ക് കിട്ടുന്നത് 5 പേപ്പേഴ്സ് ആയിരിക്കും എക്സംഷൻ കിട്ടുന്നത്. 1, 2, 3, 4 ലോ പേപ്പർ പ്ലസ് ടാക്സേഷൻ പേപ്പർ. കാരണം ഈ ടാക്സേഷൻ പേപ്പർ റീസെൻ്റ്ലി കൊണ്ടുവന്നൊരു എക്സംഷനാണ്. കംപ്ലീറ്റ്ലി ഞാൻ അതിനോട് ഒരു യോജിക്കുന്നില്ല എക്സെപ്ഷൻ എടുക്കണമെന്ന് ടാക്സേഷൻ പേപ്പർ. കാരണം എന്ന് വെച്ചാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള 8 ടേക്സ് എടുക്കുമ്പോൾ സ്റ്റുഡൻസിന് കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിരിക്കും, ടാക്സേഷൻ ഇല്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഞാൻ പറയാം 9 പേപ്പേഴ്സ് എക്സെപ്ഷൻ പേപ്പേഴ്സ് കഴിഞ്ഞിട്ട് ജോബിന് കയറുന്ന സ്റ്റുഡൻസിനും ആ ഒരു ടാക്സേഷൻ റൂളിലേക്ക് കയറുന്നെങ്കിൽ ടാക്സിന്റെ ബേസിക്സ് അറിയത്തില്ലെങ്കിൽ പിന്നെ ശരിയാവില്ലല്ലോ. നമുക്ക് എക്സംഷൻ എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു പേപ്പർ എനിക്ക് എക്സംഷൻ വേണ്ട എന്ന് ചെയ്യാൻ പറ്റും. അതായത് വൺസ് നമ്മൾ എക്സംഷൻ എടുത്ത് കഴിഞ്ഞിട്ട് ACCയിലേക്ക് മെയിൽ അയച്ചാൽ മതി, എനിക്ക് ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള പേപ്പറിന് എക്സംഷൻ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു പേപ്പർ മാത്രം എഴുതാനുള്ള ചാൻസ് ഉണ്ട്. എത്ര പേപ്പർ വരെ മാക്സിമം എക്സംഷൻ കിട്ടാനുള്ള സാധ്യത? 9 പേപ്പേഴ്സ് ആണ് ഏറ്റവും മാക്സിമം. സെർട്ടൻ BCom, MCom പ്രോഗ്രാംസിന് ഇപ്പോൾ ACC കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് നോർമലി നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ, MG യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി പോലുള്ള, കേരള യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നോർമലി എത്ര കിട്ടാനാണ് സാധ്യതയുള്ളത്? നോർമലി 5 പേപ്പേഴ്സ് എക്സെപ്ഷൻ ആണ് കിട്ടാറുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് സെർട്ടൻ പ്രോഗ്രാംസിന് 6 to 7 പേപ്പേഴ്സ് വരെ കിട്ടാറുണ്ട്. സെർട്ടൻ പ്രോഗ്രാംസ് ഉണ്ട്, ഒരു കോഡുണ്ട്, പ്രോഗ്രാം കോഡുണ്ട് BCom, അതിന് 6 to 7 പേപ്പേഴ്സ്. ഇഗ്നോയിലൊക്കെ BCom ചെയ്താൽ 5 പേപ്പേഴ്സ് നോർമൽ BCom ആയിട്ട് തന്നെ. കണ്ടീഷണൽ എക്സംഷൻ അതും കൂടി ഒന്ന് അറിയാൻ കൊള്ളാമെന്ന് ആഗ്രഹം. അതും റീസെൻ്റ്ലി ACC ഉണ്ടെന്നാണ് കണ്ടീഷണൽ എക്സംഷൻ. കണ്ടീഷണൽ എക്സംഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് സെം കഴിയുമ്പോൾ, ഒരു BComന്റെ ഫസ്റ്റ് സെം കഴിയുമ്പോൾ നമുക്ക് ACCയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാം, ഞാൻ BComന്റെ 5 പേപ്പേഴ്സ് എക്സംഷൻ ഉണ്ടല്ലോ, ഞാൻ അത് നേരത്തെ എടുത്തിട്ട് ACC സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ആ 5 പേപ്പേഴ്സ് വരെ കണ്ടീഷണൽ എക്സംഷൻ കിട്ടും. എന്നിട്ട് ബാലൻസ് പേപ്പർ എഴുതിയെടുക്കുക, ഒപ്പം എഴുതിയെടുക്കുക. എന്നിട്ട് അവസാനം എന്ത് ചെയ്യും, ആ BCom പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ACCക്ക് ഫൈനൽ മാർക്ക് ഷീറ്റ് ഉണ്ടല്ലോ, ഡിഗ്രി കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, ആ സർട്ടിഫിക്കറ്റ് ACCക്ക് അയച്ചു കൊടുക്കുക, മെയിൽ അയക്കുക. അവരത് ആക്ച്വൽ എക്സംഷൻ ആയിട്ട് മാറ്റും.
കണ്ടീഷണൽ എക്സംഷനെ ആക്ച്വൽ എക്സംഷൻ ആയിട്ട് മാറ്റാം. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്നതിനൊപ്പം ACCA ക്വാളിഫൈഡ് ആവാനുള്ളൊരു ചാൻസസ് കൂടിയാണ് അതിലുള്ളത്. അതെ. വർക്കിംഗ് പ്രൊഫഷണൽസിന് ഇത് എങ്ങനെ ഉപയോഗം? അതായത് അവർ ഓൾറെഡി വർക്ക് ചെയ്യുന്നവരായിരിക്കും, ഫാമിലി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് അപ്സ്കിൽ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു ധാരാളം പേര് ഇൻഡസ്ട്രിയിൽ നമുക്ക് വരുന്ന ഒരു എൻക്വയറി കൂടുതലും അത്തരത്തിലുള്ളതാണ്. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ACCA പഠിക്കാൻ പറ്റുക? ഓക്കെ, വർക്കിംഗ് പ്രൊഫഷണൽസ് പറയുകയാണെങ്കിൽ അവർക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് വേണ്ടത്. കാരണം ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ ഓഡിറ്റിൽ വർക്ക് ചെയ്യുകയാണ്, എനിക്കൊരു സെർട്ടൈൻ ടൈം കഴിയുമ്പോൾ ഒരു കരിയർ ഗ്രോത്ത് വേണമെങ്കിൽ എനിക്കൊരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ വേണം. അതിന് ACCA അല്ലെങ്കിൽ CPA പോലത്തെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, CA പോലത്തെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ വേണം. അതിന് ഏറ്റവും കുറച്ചും ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത് ACCA ആയിരിക്കും. അപ്പോൾ ആ ACCA എന്താ നമുക്ക് ഓരോ പേപ്പറായിട്ട് ഈച്ച് പേപ്പറായിട്ട് കൺവീനിയൻ്റ് ആയിട്ട് അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് എക്സാംസ് എഴുതാൻ പറ്റും. എനിക്കിപ്പം ഈ ഒരു സെഷനിൽ എക്സാംസ് എഴുതണ്ട, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഈ പ്രാവശ്യം അത് ഓപ്റ്റ് ചെയ്ത് ഞാൻ എക്സാം ബുക്ക് ചെയ്യത്തില്ല, ഞാൻ അത് എഴുതില്ല, ആ ഒരു സെഷൻസ് അറ്റൻഡ് ചെയ്യാതെ വിടും. അതുപോലെ കുറച്ച് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് എല്ലാവരും ACCA ചൂസ് ചെയ്യും. ഓരോ 3 മാസം കൂടുമ്പോഴും ഓരോ പേപ്പർ പഠിച്ചാൽ മതിയല്ലോ. അതെ, ഒരു ഫ്ലെക്സിബിലിറ്റി ആ ഒരു കൺവീനിയൻസ് ഉണ്ട് ഈ ACCA ചൂസ് ചെയ്താൽ. ഒരു ACCA വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ചാൻസസ് ഉണ്ട് എന്താ പെട്ടെന്ന് ACCA ക്വാളിഫൈഡ് ആവും. കാരണം റിയൽ ലൈഫ് വർക്കിങ്ങിലും നമ്മുടെ ACCA സിലബസും തമ്മിൽ നല്ല സിമിലാരിറ്റി ഉണ്ട്. നമ്മളൊരു ACCA സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണോ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണോ നമ്മളൊരു എന്താ ആക്ച്വൽ വേൾഡിൽ വർക്ക് ചെയ്യേണ്ടത്, ആ സെയിം കാര്യങ്ങൾ തന്നെ നമ്മൾ ACCA പഠിക്കുന്നത്. അപ്പോൾ ഒരു വർക്കിംഗ് പ്രൊഫഷണലെ സംബന്ധിച്ച് അവരൊരു 50% എഫേർട്ട് ഇട്ടാൽ മതി. ഏറ്റവും ഇൻഡസ്ട്രി അലൈൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ് ആയിരിക്കും ACCA അല്ലേ? ACCA CA അങ്ങനെ തന്നെയാണ്. പക്ഷെ കുറച്ചും കൂടെ അക്കാഡമിക്സിൽ എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ഞാൻ CA ചെയ്തിട്ടില്ല. സിലബസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ സിമിലർ ആയിരിക്കും. പക്ഷേ ACCA കുറച്ചും കൂടെ തിങ്ക് ഹെഡാണ്. ACCയുടെ ആ മോഡൽ തിങ്ക് ഹെഡാണ്. അപ്പോൾ ACCA നോക്കുവാണെങ്കിൽ ഫ്ലെക്സിബിൾ ആണല്ലോ. സോ വർക്കിംഗ് പ്രൊഫഷണൽസ് അത് ചൂസ് ചെയ്യാനുള്ള കുറച്ചുകൂടെ റീസൺ അതാണ്. പിന്നെ അവർ വർക്കിംഗ് പ്രൊഫഷണൽസ് ആയതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ എബവ് 3 വർഷത്തിന്റെ മേളിൽ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടാവും. ആ എക്സ്പീരിയൻസ് PR റിക്വയർമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് അവർക്ക് മെമ്പർഷിപ്പിലേക്ക് പോകാൻ പറ്റും. ഈവൻ ഫോർ അക്കൗണ്ടന്റ് ആണെങ്കിൽ പോലും അതൊരു CA അല്ലെങ്കിൽ ACCA IFAC എന്ന് പറയും. IFACയുടെ അണ്ടറിലുള്ള പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻസ് ആണ് CA ACCA ഒക്കെ. ആ ഒരു സൂപ്പർവൈസറിന്റെ അണ്ടറിൽ നമ്മൾ വർക്ക് ചെയ്യുവാണെങ്കിൽ, ഈവൻ എനിക്കൊരു ബിസിനസ്സാണ്, ഞാനൊരു സോൾ പ്രൊപ്പറേറ്ററാണ്. അപ്പോൾ എൻ്റെ ബിസിനസ്സിൽ അത് ഓവർവ്യൂ ചെയ്യാൻ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് എൻ്റെ അക്കൗണ്ട്സ്, ഞാൻ ഉണ്ടാക്കുന്ന അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ വർക്കൊക്കെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ഒരു IFAC ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടന്റ് ഉണ്ടെങ്കിൽ, IFAC ക്വാളിഫൈഡ് എന്ന് വെച്ചാൽ നമ്മുടെ CA ACCA ഓവർവ്യൂ ചെയ്യുന്ന ഒരു ബോഡിയാണ്. ഇപ്പോൾ SEBI ഉണ്ടല്ലോ, അതുപോലെ. അപ്പോൾ ആ ഒരു ബോഡിയിൽ അക്രഡിറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും പ്രൊഫഷണൽ ബോഡിയിലെ സൂപ്പർവൈസർ, ഫോർ എക്സാമ്പിൾ എൻ്റെ വർക്ക് ഓവർവ്യൂ ചെയ്യുന്ന ഒരു CA കാരനാണ്, അങ്ങനെയാണെങ്കിൽ ഈ PR ആ എക്സ്പീരിയൻസ് കൗണ്ട് ചെയ്യും. ഒരു സംശയം കൂടി നമ്മുടെ എക്സംഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതായത് CA ഇന്റർ ക്ലിയർ ചെയ്താൽ കുറച്ച് എക്സംഷൻ ഉണ്ടാവും. അപ്പോൾ ആ CA ഇന്റർ ക്ലിയർ ചെയ്ത ആൾ ആർട്ടിക്കിൾഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആർട്ടിക്കിൾഷിപ്പ് എക്സ്പീരിയൻസ് ആയിട്ട് PR ആയിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറയല്ല, അതൊരു CA ഒരു പ്രൊഫഷണലി ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ കീഴിലുള്ള അതൊരു IFAC മെമ്പറിന്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്, അത് കൗണ്ട് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞു ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞല്ലോ. ACCA ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? കാരണം ACCA പഠിച്ചാൽ എനിക്ക് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു നോളജ് കിട്ടുമോ? അല്ലെങ്കിൽ അത് ഡിപ്പെൻസ്, ഓരോരുത്തരുടെയും വ്യൂ ആയിരിക്കും. ഞാനിപ്പോൾ ആ ഒരു കോഴ്സ് പഠിച്ചപ്പോൾ ജസ്റ്റ് ഒരു എംപ്ലോയ്മെന്റ് എന്ന് മാത്രം രീതിയിലല്ല ഞാനത് പഠിച്ചത്. എനിക്ക് ബിസിനസ് ഭയങ്കര ഇഷ്ടമാണ്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഇഷ്ടമായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ACCA പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള കുറച്ച് സെർട്ടൻ സ്കിൽ സെറ്റ് ഞാൻ അവിടെ തന്നെ ഡെവലപ്പ് ചെയ്തു. എനിക്ക് ഓൾറെഡി സ്കിൽ ഉണ്ടായിരിക്കും, മേ ബി അറിയാലോ. ഇപ്പം ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ആൾക്കാരായിരിക്കും, ഇല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാരായിരിക്കും ചിലപ്പോൾ മേ ബി സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് മാൻസ്. പക്ഷേ ഞാനിവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഒരു സെർട്ടൻ സ്കിൽസ് അവിടെ തന്നെ എനിക്ക് ഉണ്ടായിരിക്കാം, മേ ബി ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തു. ACCA പഠിക്കുന്നതിലൂടെ ഞാൻ ഡെവലപ്പ് ചെയ്തെടുത്തു. എങ്ങനെയാണ് കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, അതൊക്കെ ഞാൻ എന്ത് ചെയ്തു. ഒരു ടാക്സിന്റെ ബേസിക് നോളജ്, ഞാനിപ്പം CMA ഇന്ത്യ കൊണ്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും നീ എന്തിനാ ടാക്സ് വേറെ ക്വാളിഫിക്കേഷൻ ഇഷ്ടംപോലെ ക്വാളിഫിക്കേഷൻ എടുക്കുന്നത്? എനിക്കൊരു കൺട്രിയിലെ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണം. ഞാനിപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ എനിക്ക് ഇന്ത്യയിലെ കുറച്ച് ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ്, ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ ഒരു അഡ്വൈസ് കൊടുക്കണം. നമ്മളിപ്പോൾ പറയാൻ ECCA എന്ന് പറയുമ്പോൾ എല്ലാവരും CA ACC ഈക്വൽ ടു CA എന്നാണല്ലോ, ഗ്ലോബൽ CA. നീ CA അല്ലേ, എനിക്ക് GST കുറിച്ചൊന്ന് പറഞ്ഞാന്ന് പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ല. പക്ഷെ അങ്ങനെ പറയില്ല.
അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യും, ഞാൻ കുറച്ചും കൂടെ അക്വയർ ചെയ്യും, നോളജ് അക്വയർ ചെയ്യും. നമ്മളെപ്പോഴും സ്കിൽസ് എന്ത് ചെയ്യണം, എപ്പോഴും അക്വയർ ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ ACCA അല്ലെങ്കിൽ CA കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും CPD എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഉണ്ട്, കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. അത് ത്രൂ നമ്മൾ കോഴ്സസ് പഠിക്കണം. അല്ലെങ്കിൽ ആ ഒരു സെർട്ടൈൻ ക്രെഡിറ്റ് വേണം, ഒരു 40 points, ഒരു 40 points ഒക്കെ വേണം ഇയർലി ACCക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യണം, നമ്മൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. ഒരു MBBS എങ്ങനെയാണോ MD എടുത്ത് ബാക്കിയെല്ലാം പഠിച്ചു പോകുന്നത്, അതുപോലെ പഠിച്ചു. കണ്ടിന്യൂസ് ലേണിംഗ് കണ്ടിന്യൂസ് ലേണിംഗുമായിട്ട് ചേർത്ത് പറയാൻ പറ്റുന്ന ഒരു പോയിന്റാണ്. നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഇൻഡസ്ട്രി അലൈൻഡ് ആയിട്ട് പഠിക്കുക എന്നൊരു അത് ACCയിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ജസ്റ്റ് സിലബസ് പഠിക്കുന്നു, കരിക്കുലം പഠിക്കുന്നു, എക്സാമിനുള്ള സാധനം മാത്രം പഠിക്കുന്നു. അങ്ങനെ പഠിക്കുന്നതും ഇൻഡസ്ട്രി അലൈൻഡ് ആയിട്ട് പഠിക്കുന്നതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഞാനത് പറയാനുള്ള ഒരു കാരണം, എൻട്രി ACCയെ ലോഞ്ച് ചെയ്തപ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ടും അതിനൊരു സപ്പോർട്ടും PwCയുടെ ഭാഗത്തു നിന്നാണ്. PwC അറിയാലോ, ഒരു ബിഗ് 4 കമ്പനിയാണ്. അപ്പോൾ അവർ നമുക്ക് നമ്മുടെ ലേണേഴ്സിന്, എൻട്രിയുടെ ACCA ലേണേഴ്സിന് ഓരോ പേപ്പറിൻ്റെ ഒപ്പവും കേസ് സ്റ്റഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ടാക്സേഷൻ അല്ലെങ്കിൽ ഓഡിറ്റിംഗ് രംഗത്തെ ഏറ്റവും ജയൻസ് ആണ് ഈ കമ്പനി. അപ്പോൾ അവരുടെ എക്സ്പെർട്ടൈസിലുള്ള ആ ലെവലിലുള്ള കേസ് സ്റ്റഡീസ് നമ്മുടെ ലേണേഴ്സ് പഠിക്കുന്നു. അത് അവർക്ക് എക്സാം പാസ്സാവുക എന്നതിനപ്പുറത്തേക്ക് കരിയർ ബിൽഡ് ചെയ്യാൻ എത്രത്തോളം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എക്സാം പാസ്സാകുന്നുള്ള അൾട്ടിമേറ്റ് ആയിട്ടുള്ള നമ്മളൊരു ജോബിൽ, അതെ, അതൊരു ഷോർട്ട് ടൈം കോഡ് മാത്രമാണ്. നമ്മളൊരു ജോബിൽ എത്തിപ്പെടുക. നമ്മളിപ്പോൾ ACCA ചെയ്താലും CA ചെയ്താലും അടുത്തതിൻ്റെ നമ്മൾ ഒരു ജോബിൽ കയറുക എന്നുള്ളത് മാത്രമാണ്. ഇവൻ ACCA കംപ്ലീറ്റ് ചെയ്താലും ഒരു എൻട്രിയാണ്. എൻട്രി കൊടുക്കുന്നൊരു എൻട്രിയാണ്, ഒരു ജോബിലേക്ക് കയറാനുള്ള എൻട്രിയാണ്. എൻട്രി പാസ് മാത്രമാണ് ACCA അല്ലെങ്കിൽ CA. അതുപോലെ ഇപ്പോൾ പറയും കേസ് സ്റ്റഡീസ്. ഞാനത് എന്നോട് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തപ്പോൾ എനിക്കത് കുറച്ചുകൂടെ ഒരു ബെനഫിഷ്യലായിട്ട് തോന്നിയൊരു കാര്യമാണ് PwCയുടെ കേസ് സ്റ്റഡി. നമ്മളൊരു ACCA പഠിക്കുമ്പോൾ നമുക്ക് റിയൽ വേൾഡിൽ നടക്കുന്ന എങ്ങനെയാണ് ഒരു ജോബ് ചെയ്ത് തീർക്കുക. നിങ്ങളൊരു ഓഡിറ്ററായി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടാക്സ് അഡ്വൈസർ ആയെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്കൊരു എന്താ പറയുക, റിയൽ വേൾഡിൽ നടക്കുന്ന ഒരു പ്രാക്ടിക്കലി ഇൻഡസ്ട്രിയിൽ എന്താണ്, അതെ, ഇൻഡസ്ട്രിയിൽ എങ്ങനെ പ്രാക്ടിക്കലി എങ്ങനെയാണ് ഒരു ജോബ് ചെയ്യുന്നത്, ഒരു എൻഗേജ്മെന്റ് കിട്ടിയാൽ നമ്മൾ എങ്ങനെയാണ് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്, ഇതൊന്നും നമുക്കറിയില്ല. ഒരു ACCA ആണെങ്കിൽ പോലും, ഈവൻ ഞാൻ ACCA കംപ്ലീറ്റ് ചെയ്തെങ്കിൽ പോലും അതിനെക്കാട്ടിലും എന്താ പറയുക കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തേക്കുന്നത് ഈ ഒരു ജോബിലേക്ക് എത്തിയപ്പോൾ ഒരു ഫ്രം ദ ബിഗിനിങ് സ്ക്രാച്ചിൽ നിന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് നിങ്ങൾ ഈ ഒരു സിലബസിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ ബെറ്റർ ആണ്, അത് ബെനിഫിഷ്യലാണ്. അത് നമ്മുടെ അത് മാത്രമല്ല, വേറൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ PwCയുടെ ഒക്കെ ആ ഒരു പേരുണ്ടല്ലോ, നെയിം നമ്മുടെ CV-യിൽ ആഡ് ചെയ്യുമ്പോൾ അതിന് വേറൊരു വെയിറ്റേജ് കിട്ടും. MNC കമ്പനികളിലേക്ക് റെസ്യൂമേ എത്തുമ്പോൾ എനിക്കൊന്നൊരു ഫസ്റ്റ് ലെവൽ ഫിൽട്രേഷൻ അതിജീവിക്കാൻ അത് മതിയാവുന്ന ഒരു ഫ്രഷർ അവിടെ എത്തിയിട്ടൊന്നും അറിയത്തില്ലാത്ത ആൾക്കാരും ഈ കേസ് സ്റ്റഡീസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന ആൾക്കാർ തമ്മിൽ ഡിഫറൻസ് കാണുമല്ലോ, എന്തായാലും ഒരു വെയിറ്റേജിന് ഡിഫറൻസ് കാണും. അതൊരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഓൾമോസ്റ്റ് ഒരു 5000 എബോവ് ആസ്പിരൻസിനെ മെന്റർ ചെയ്തിട്ടുള്ള ഒരു ഫാക്കൽറ്റിയാണ്. അപ്പോൾ അതുമായി ഡയറക്റ്റ് ചെയ്യുന്ന 1-2 ചോദ്യങ്ങളാണ്. അതായത് ACCA പഠിക്കുമ്പോൾ എങ്ങനെ ഒരു മെന്ററെ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്കൊരു റൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം? കാരണം ധാരാളം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാർക്കറ്റിലുണ്ട്. അപ്പം എനിക്ക് സ്യൂട്ടാവുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ എങ്ങനെ ചൂസ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അവിടുത്തെ ഫാക്കൽറ്റിയെ നോക്കുക. ഒബ്വിയസ്ലി നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് എടുക്കുമ്പം അവിടെ എങ്ങനെയാണ് അതിൻ്റെ ക്രെഡിബിലിറ്റി നോക്കുക. ഓക്കെ, അതിൻ്റെ ഫാക്കൽറ്റീസ് എങ്ങനെയുണ്ടെന്ന് നോക്കുക. ഈവൻ ഫാക്കൽറ്റീസ് നോക്കിയാൽ പോലും ഒരു നോർമൽ ഫാക്കൽറ്റീസ്, ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത, ടീച്ചിങ്ങിൽ എക്സ്പീരിയൻസ് കാണുമായിരിക്കും, പക്ഷെ നിങ്ങൾ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുമ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ഏറ്റവും ബെറ്റർ അതായിരിക്കും. ഞാനൊരു FR ചൂസ് ചെയ്യുമ്പം ജെറി പറയല്ലോ, ജെറി വർക്ക് ചെയ്യുന്നത് ഡെലോയിറ്റിലാണ്. ഡെലോയിറ്റിൽ ആ FR ആയിട്ട് അലൈൻഡ് ആയിട്ടുള്ള ഫാസ് എന്ന് പറയുന്ന ഒരു ഡൊമൈനിലാണ് വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ചെയ്യുന്നത്, അത് തന്നെയാണ് ആളവിടെ റിയൽ ലൈഫിൽ ചെയ്യുന്നത്. ആൾക്കപ്പോൾ ആ എക്സ്പീരിയൻസ് ഒക്കെ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും പഠിപ്പിക്കുന്ന സമയത്ത്. ഓരോ കോൺസെപ്റ്റ് പഠിപ്പിക്കുമ്പോഴും റിയൽ ടൈം സിനാരിയോ കൊടുക്കാം. അതെ, നിങ്ങളൊരു SBRലേക്ക് എത്തുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് വരുന്നത് ഒരു ഡയറക്റ്റ് ആയിട്ട് ഒരു കമ്പനിയുടെ ഒരു കേസ് സ്റ്റഡി തരുക. ആ കേസ് സ്റ്റഡിയിൽ നിങ്ങൾ അവിടെ കാണാതല്ല, ഒരു IFRSന്റെ ഒരു സ്റ്റാൻഡേർഡ് കാണാതെ എഴുതി വെച്ചിട്ട് കാര്യമില്ല. അവിടെ ഒരു മാർക്ക് ചെയ്യുന്ന ആൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ എക്സാമിനർ നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലായി, ആ കോൺസെപ്റ്റ് മനസ്സിലായി. അപ്ലൈ ചെയ്യാന്നുള്ള, അതെ, ആ കോൺസെപ്റ്റ് എങ്ങനെ ആ ഒരു സിനാരിയോയിൽ അപ്ലൈ ചെയ്യാം എന്നാണ് അവർ നോക്കുന്നത്. അത് ഈ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ. എക്സ്പീരിയൻസ്ഡ് എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഞാൻ പറയുന്നത് പഠിപ്പിച്ച് മാത്രമുള്ള എക്സ്പീരിയൻസ് അല്ല. അവരെന്താ, അവർക്ക് ബുക്കിലുള്ള നോളജ് മാത്രമേ ഉള്ളൂ, ഡെഫിനറ്റ്ലി അല്ലേ? പക്ഷെ
ഇൻഡസ്ട്രി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി വരുമ്പോൾ അവർക്ക് റിയൽ വേൾഡിൽ കുറേ MNCs വർക്ക് ചെയ്തേക്കുന്ന MNCs അവരുടെയൊക്കെ എനിക്ക് ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ് ചെയ്തേക്കുന്ന ആ ഒരു ഫാക്കൽറ്റി പഠിപ്പിക്കുന്ന ആ നോളജ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അതൊരു വാല്യൂ ആഡഡ് ആയിരിക്കും അവരുടെ. ഉറപ്പായിട്ടും ഒരു വാല്യൂ ആഡഡ്, അത് അവരുടെ കരിയറിൽ തന്നെ ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും ആ ഒരു ഫാക്കൽറ്റിയുടെ മെന്റർഷിപ്പ്. കാരണം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും നിങ്ങൾ ഏത് ഫീൽഡിൽ പോകണം, റൈറ്റ് ആയിട്ടൊരു ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്ന ഫാക്കൽറ്റി ആ സെറ്റ് ഓഫ് ഫാക്കൽറ്റീസിന് മാത്രമേ അത് ഒരു നല്ലൊരു അഡ്വൈസ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും എന്താ കണ്ണടച്ചിട്ട് പറയും ഓക്കെ നിങ്ങൾ അതിന് പൊക്കോ ഇതിന് പൊക്കോ. അവർക്ക് റൈറ്റ് ആയിട്ട് അഡ്വൈസ് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ഇല്ല. ഒരു ACCA പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഫാക്കൽറ്റി 5 years 15 years എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റിയൽ ലൈഫിൽ നമ്മുടെ മാർക്കറ്റിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയണമല്ലോ. അത് വേണം. എൻഡ് ഓഫ് ദി ഡേ അവർ മാർക്കറ്റിലെ ഇൻഡസ്ട്രിയിലേക്കാണ് പോകേണ്ടത്. അതെ, നമ്മളൊരു എൻട്രൻസ് കോച്ചിങ് അല്ലല്ലോ ഇവിടെ ചെയ്യുന്നത്. നമ്മളിവിടെ ACCA എന്ന് പറയുന്നത് ഒരു ജോബായിട്ട് അലൈൻഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. സ്കിൽസ് ആണെന്ന് തോന്നുന്നു. അതെ, സ്കിൽസ് പിന്നെ ടെക്നിക്കൽ സ്കിൽസ് ഒബ്വിയസ്ലി ഇപ്പം ഞാൻ പറയില്ല IFRS ഇപ്പൊ ഒരു ബിഗ് 4 അക്കൗണ്ടിങ് ഫേമിൽ അപ്ലൈ ചെയ്യും. ഏറ്റവും കൂടുതൽ അവരാണ് യൂസ് ചെയ്യുന്നത്. കാരണം വലിയ വലിയ ഫേംസിലാണ് IFRS യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ IFRS ഡീൽ ചെയ്ത ഒരു ഫാക്കൽറ്റി റിയൽ ലൈഫിൽ IFRS ആയിട്ട് ഡീൽ ചെയ്ത ഫാക്കൽറ്റിക്ക് ഈസി ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇവിടുത്തെ പുഷ്പം പോലെ അവർക്ക് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കാൻ അവർക്കായിരിക്കും ബെറ്റർ ആയിട്ട് പറ്റുന്നത്. ഒരു സ്റ്റുഡൻറ്, ഒരു ലേണർ അല്ലെങ്കിൽ ഒരു ആസ്പിറൻറ്റ് സെൽഫ് ലേൺ ആൾ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ അത് ആൾക്ക് ഹെൽപ്പ് ചെയ്യും. എന്താണ് അതിനെ പറ്റി ഒരു അഭിപ്രായം? കാരണം സെൽഫ് ലേൺ ആണോ മെന്റർ സപ്പോർട്ടോടുകൂടി പഠിക്കുന്നതാണോ ബെസ്റ്റ് എന്നുള്ളതാണ്. ഇനീഷ്യലി വരുന്നൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇപ്പം ട്രഡീഷണൽ ഇന്ത്യൻ മെത്തേഡിൽ നമ്മൾ പഠിച്ചിട്ട് വന്നേക്കുക 12th വരെ അല്ലെങ്കിൽ BCom വരെ പഠിച്ചിട്ട് വന്നേക്കുക. കാണാപ്പാടം നമ്മൾ പോകുന്നു, അത് ഓമിറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് അത് മറക്കുന്നു, വീണ്ടും പോകുന്നു. അങ്ങനെയൊക്കെ ആയിരിക്കും BCom അല്ലെങ്കിൽ 12th വരെ കംപ്ലീറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ACCA വരുമ്പോഴത്തേക്ക് നമ്മൾ കാണാതെ പഠിച്ചു പോയിട്ട് കാര്യമില്ല. നമ്മൾ ആ സിനാരിയോ ആയിട്ട് ലിങ്ക് ചെയ്യണം. നമ്മൾ പഠിച്ച കോൺസെപ്റ്റായിട്ട് ലിങ്ക് ചെയ്യണം. അതിന് ബെറ്റർ ഒരു ഞാൻ പറയുന്നത് ഇനീഷ്യൽ പേപ്പേഴ്സ് എന്തായാലും മസ്റ്റായിട്ടും ഇനീഷ്യൽ പേപ്പേഴ്സ് ഒരു റൈറ്റ് ആയിട്ടുള്ള ഒരു മെന്ററിൻ്റെ അടുത്ത് ഒരു ഫാക്കൽറ്റിയുടെ അടുത്ത് പോയി പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ആ പാത്തിലേക്ക് ആ ACCA എന്ന് പറഞ്ഞ പാത്തിലേക്ക് എത്തുന്നേ ഉള്ളൂ. ആ ട്രാക്കിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, നമുക്ക് ആ ഒരു ഫ്ലോവിലേക്ക് പോകാൻ പറ്റും. പക്ഷേ അതുവരെ ഞാൻ പറയുന്നത് ഒരു മെന്റർ സപ്പോർട്ട് എന്തായാലും വേണം. ACCA സംബന്ധിച്ചുള്ള കുറേ ചോദ്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഞാൻ വീണ്ടും 2016-17 കാലഘട്ടത്തിൽ +2 കഴിഞ്ഞ് ACCA ഇറങ്ങുന്ന രാഹുൽ സാറിലേക്കാണ് വീണ്ടും വരുന്നത്. എന്തായിരുന്നു ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ ACCA? കാരണം വേറെ ആരും എടുക്കാത്ത, വേറെ ഒരിടത്തും കണ്ടിട്ടില്ലാത്ത, ഇന്ത്യയിൽ അല്ലെങ്കിൽ സ്പെഷ്യലി കേരളത്തിലധികം പോപ്പുലർ അല്ലാത്ത ഒരു പ്രൊഫഷണൽ കോഴ്സ് കൊമേഴ്സിൽ തന്നെ. എന്തായിരിക്കും ആ ഒരു മോട്ടിവേഷൻ്റെ പിന്നിൽ? ഞാനിത് കുറേ സ്റ്റുഡൻസിനോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് നിങ്ങൾ ACCA എടുത്തേക്കുന്നത്? പിന്നെ പെട്ടെന്ന് സെറ്റിൽ ആവണം, കല്യാണം കഴിക്കണം, ഇല്ലെങ്കിൽ ചിലവർ പറയും, ഒരു സെറ്റ് ഓഫ് ആൾക്കാർ പറയും എനിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, അപ്പോൾ അവളുടെ കല്യാണം നേരത്തെ അറിയാലോ, ഒരു 2021 ആ സമയത്ത് സെറ്റിൽ ആവണം അല്ലേ? അതെ, ആ സമയത്ത് അവളെ കെട്ടണമെങ്കിൽ സെറ്റിൽ ആവണം. അങ്ങനെ കുറേ പേര് ACCA എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാനങ്ങനല്ല. എനിക്ക് ഒരു നല്ലൊരു ക്വാളിഫിക്കേഷൻ വേണം. ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. ഒരു റിമോട്ടായിട്ടുള്ള ഒരു ഏരിയ ആണ് അവിടെയൊക്കെ. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ആ ഒരു സേഫ് സോണിൽ നിന്ന് മാറി കുറച്ചും കൂടെ റിസ്ക് എടുത്ത് കുറച്ചും കൂടെ മാറി ചിന്തിക്കണം എന്ന രീതിയിൽ ഞാൻ തപ്പി കണ്ടുപിടിച്ചൊരു കോഴ്സാണ്. കംഫർട്ട് സോണിൽ നിന്ന് മാറാൻ തീരുമാനിച്ചു തന്നെ. അതെ, തീരുമാനിച്ചു തന്നെ ഇറങ്ങിയത്. എന്താണ് ലൈഫ് ആഫ്റ്റർ ACCA ആൻഡ് ലൈഫ് ബിഫോർ ACCA? എന്ത് വലിയൊരു ചേഞ്ചസ് ഉണ്ട്? കാരണം ഒരു ലോകത്തിലെ ഏറ്റവും വലിയൊരു പ്രൊഫഷണൽ കൊമേഴ്സ് ബോഡിയുടെ ഭാഗമാകാണ്. അതെ, നമുക്ക് കുറേ നെറ്റ്വർക്കിംഗ് കിട്ടും. ഈവൻ നമുക്കറിയത്തില്ലാത്ത ആൾക്കാർ നമുക്ക് ഞാൻ ACCA മുന്നേ ആണെങ്കിൽ എനിക്ക് കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഒരു സ്ക്രീൻ ചിലപ്പോൾ ഞാൻ TV കാണുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ സെലിബ്രിറ്റിയാണ് കണ്ടാൽ കൊള്ളാം. ഇപ്പം ഇവിടെ വന്നേ പിന്നെ നെറ്റ്വർക്കിംഗ് എന്നൊരു കാര്യം ഞാൻ പഠിച്ചു. ഈവൻ എൻട്രി വരെ ഇവിടെ നിൽക്കണമെങ്കിൽ എനിക്ക് അതൊരു സ്കില്ലാണ്. നമ്മളവരെ അപ്രോച്ച് ചെയ്യുക, നമ്മളെ കണ്ടുമുട്ടുക. ആ ഒരു ACCA കുറച്ച് കാര്യങ്ങളുണ്ട്, ഒരു റിയൽ ലൈഫിൽ എനിക്ക് നടത്തില്ല എന്ന് കണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ മാറ്റി ഞാൻ ACCA കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു നല്ലൊരു ഡിഫറൻസാണ്. ഫിനാൻഷ്യലി ആണെങ്കിലും അല്ലാത്ത ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗിലാണെങ്കിലും കുറച്ച് ഡിഫറൻസ്. കുറച്ചല്ല ഒരു നോർമൽ ഒരു +2 സ്റ്റുഡന്റിന് സ്വപ്നം കാണുന്നതിന് അപ്പുറത്തേക്ക് എനിക്ക് എത്താൻ പറ്റി. ലിവിംഗ് സ്റ്റൈലും കണക്ഷൻസ് ഒക്കെ മാറിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് നെറ്റ്വർക്കിംഗ് ഒരു ലെവൽ കഴിഞ്ഞാൽ കരിയർ ഗ്രോത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അപ്പോൾ അത് വളരെ ഫാസ്റ്റ് ആയിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അതെ, ഈവൻ ഞാൻ പറയണേ, എനിക്ക് എല്ലാ ഫാക്കൽറ്റീസിനെ അറിയാം. ACCA ഓൾമോസ്റ്റ് എല്ലാ ഫാക്കൽറ്റീസിനെ അറിയാമെന്ന് പറയും. ഞാൻ ഇവരെ ആരും നേരിട്ട് കണ്ടിട്ടില്ല. കുറേ പേര് 90% ആൾക്കാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. എല്ലാവരും നിങ്ങൾ ഓൺലൈനായിട്ടാണ് മീറ്റ് ചെയ്തേക്കുന്നത്. അവിടെ നെറ്റ്വർക്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വന്നേക്കുന്നത്. ഞാൻ അവിടെ മഴിച്ചു നിന്നു, ഇവരെന്ത് വിചാരിക്കും, ഇവരെന്തെങ്കിലും വിചാരിക്കുമോ,
ഞാൻ ഈ മെസ്സേജ് അയച്ചാൽ അവർ എന്തെങ്കിലും വിചാരിക്കും, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് അവർക്കത് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ചിന്തിച്ചിരുന്നാൽ മേ ബി അത് മണ്ടത്തരം തന്നെയാണ്. നമ്മളെന്ത് ചെയ്യുക, ആ സേഫ് സോണിൽ നിന്നൊക്കെ മാറുക. ഞാൻ അത് തന്നെ ഞാൻ പറയും, ഒരു പൗലോ കൊയ്ലോൻ്റെ ഒരു ഇതുണ്ട്, നമ്മളാരാന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കണം, എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഫ്രണ്ടിലേക്ക് മൂവ് ആകാൻ പറ്റത്തുള്ളൂ. ആ ഒരു ഗ്രോത്ത് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ സേഫ് സോണിൽ നിന്ന് മാറിയിട്ട് നമുക്ക് കുറച്ച് വാല്യൂ കൊടുക്കുക. നമ്മൾ ഈ കുറച്ച് ആളാണ് എന്നൊരു ചിന്ത വെക്കുക. ഞാൻ വലിയ ആളാണല്ല അങ്ങനെ ഞാൻ പറയുന്നത്, നമ്മളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുക്കേണ്ട ഒരാൾ. എനിക്കൊന്നും അറിയത്തില്ല, എന്നെ കൊണ്ട് ഇത് പറ്റില്ല എന്നൊക്കെ ഓർത്തിരിക്കുകയാണെങ്കിൽ ഒരിക്കലും പറ്റില്ല. നമുക്കത് പറ്റുമെന്ന ഒരു ഇൻസ്പിറേഷൻ ഉണ്ടെങ്കിൽ, നമ്മളിൽ തന്നെ കോൺഫിഡൻ്റ് ആണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ തന്നെ ബിൽഡ് ചെയ്യണം കോൺഫിഡൻസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും പറ്റും. ആരും അറിയാത്തൊരു കോഴ്സ് പഠിക്കുന്ന സമയത്ത് നല്ല സ്ട്രഗിളിംഗ് ഉണ്ടാവല്ലോ, അതെ അതൊക്കെ എങ്ങനെ മാനേജ് ചെയ്തു, അതിജീവിച്ചു? ആ ഒരു ടൈമിൽ ഫാക്കൽറ്റീസ് ഒന്നും കൂടുതൽ വന്നിട്ടില്ല. ഈവൻ നമുക്ക് ആകെ കിട്ടുന്നത് BPP കപ്ലാൻ പോലത്തെ കുറച്ച് മെറ്റീരിയൽസ് കിട്ടും. അന്ന് യൂട്യൂബിലായാലും വീഡിയോയിലായാലും ആദ്യം ഇത് ഒരു കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിലാണ് ആദ്യം ACCA കുറച്ച് ബൂമിങ് ആയത്. ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ്. അപ്പം ഈ സൗത്ത് സൈഡിൽ, ഈവൻ തമിഴ്നാട്ടിൽ എപ്പോഴും എത്തിയിട്ടില്ല, കേരളത്തിൽ ബൂമിങ് ആയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, എല്ലാവരും ബാക്കി നോർത്തിലേക്ക് നോക്കുവാണെങ്കിൽ CA തന്നെ അവരെപ്പോഴും, ബീഹാറിലേക്ക് എത്തുവാണെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് എക്സാംസ്, ബാങ്ക് എക്സാംസ് ഒക്കെ ആണല്ലോ. പക്ഷേ നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ, ഫസ്റ്റ് ഓഫ് ഓൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ACC സ്റ്റുഡൻസ് ഉള്ളതും, കൂടുതലും ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളതും, അതുപോലെ തന്നെ പ്ലേസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉള്ളത്. ഓക്കെ, ACCയിലാണ്, കേരളത്തിലാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ കൂടുതൽ ഫാക്കൽറ്റീസ് ഒന്നുമില്ല, റിസോഴ്സസ് ഇല്ല, ഒന്നുമില്ല. ആ കിട്ടുന്ന നമുക്ക് ഈ BPP കപ്ലാൻ, അതും 6000 rupees ഒക്കെ ആ ഒരു ബുക്കിന് വരുന്നത്. 6000 ഒരു പേപ്പറിന് 6000 ആ ബുക്കിന് വരുന്ന റേറ്റ്. പിന്നെ 30 pound ഒക്കെ വരും അതിൻ്റെ റിവിഷൻ കിറ്റിന് വരുന്നത്. ഞാനൊക്കെ എത്തിയപ്പോഴത്തേക്ക് 60, ഒരു മിഡിൽ ക്ലാസ് വരുമ്പോഴത്തേക്ക് നമുക്ക് അതൊക്കെ അഫോർഡ് ചെയ്യാൻ കുറച്ച് പാടാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാൻ ഹോസ്റ്റലിൽ നിന്നപ്പോൾ ഹോസ്റ്റലിൽ ഒരു മൂലയിൽ ഇങ്ങനെ കുറേ ബുക്ക്, ഞാൻ ഹോസ്റ്റൽ കാണാൻ വന്നതെന്ന് തന്നെ കുറേ ബുക്ക് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ തന്നെ വീട്ടിൽ പറഞ്ഞു, ഞാൻ തന്നെ ഫോഴ്സ് ചെയ്തിട്ട് അവരോട് പറഞ്ഞു ഞാൻ ACC എടുക്കാം. പക്ഷേ കുറച്ച് ഫിനാൻഷ്യലി നോക്കുമ്പോഴത്തേക്ക് നല്ല കോസ്റ്റാണ്, എക്സ്പെൻസീവാണ് ഈ കോഴ്സ്. അന്നത്തെ ആ റേറ്റ് തന്നെ എക്സ്പെൻസീവ്. 2017 തന്നെ അത്ര എക്സ്പെൻസീവ് ആയിരുന്നു. ഇൻഫ്ലേഷനൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ ഓക്കെ, എല്ലാം ഈക്വൽ തന്നെയാണ്. അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന മാറിയിട്ടുണ്ട്. അതെ, അപ്രോച്ച് ചെയ്യാനുള്ള മാറിയിട്ടുണ്ട്. പക്ഷെ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് 60 pound ഈ ഒരു ബുക്ക് മേടിക്കുക എന്നൊക്കെ വെച്ചാൽ ഭയങ്കര പാടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഹോസ്റ്റലിൽ ചെന്നപ്പോൾ തന്നെ ഞാൻ കണ്ടത് മൂലം കുറേ ബുക്ക് കിടക്കും. അപ്പോൾ തന്നെ ഞാൻ എന്നിട്ട് പോയി എടുത്ത് നോക്കി. ഇപ്പോൾ 2016 to 2017 ഓഗസ്റ്റ് അങ്ങനെ കിടക്കണം. അപ്പോൾ അത് വാലിഡ് ആണല്ലോ, യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. എന്നിട്ട് അവരന്നേരം ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ പറയായിരുന്നു ബുക്ക് മേടിക്കണം, ഇത്ര പൗണ്ട് ആവും എന്നൊക്കെ പറയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ എൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു, അമ്മയും ബ്രദറും സിസ്റ്ററൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ബുക്കൊന്നും മേടിക്കണ്ട, ഞാൻ ഇവിടെ ഞാൻ എടുത്തോളാം. അതുപോലെയാണ് എല്ലാ കാര്യവും നോക്കിയാണ് ചെയ്ത് വന്നത്. ഇപ്പോൾ സ്ട്രഗ്ലിംഗ് ഫേസ് തന്നെയായിരുന്നു, ഫിനാൻഷ്യലി ആണെങ്കിലും അല്ലാണ്ടാണെങ്കിലും സപ്പോർട്ടാണെങ്കിലും. ഒരു ഇടുക്കിന്ന് വരുമ്പോൾ പേരൻസിനൊക്കെ ആണെങ്കിലും അത്രയും നോളജേ ഉള്ളൂ. ഈവൻ നമുക്ക് തന്നെ അറിയത്തില്ല ACC എന്താണ് പഠിച്ചിട്ട്. അപ്പോൾ അവർക്കും കുറച്ച് പേടിയുണ്ടായിരുന്നു, ഇത്രയും ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്, ഇത്രയും കോസ്റ്റ് ഉണ്ടാകുന്നതാണ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള കോഴ്സുമാണ്. ഇവരിത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും, വീണ്ടും ക്യാഷ് പോകും. അതാണ് ഏറ്റവും വലിയ മേജർ ഫാക്ടർ. ഞാൻ ആദ്യത്തെ പേപ്പർ എടുത്തപ്പോൾ തന്നെ F2 എന്ന് പറയുന്ന പേപ്പർ, എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ് വരുവാണ്. MA ആണ് ഫസ്റ്റ് എടുത്ത പേപ്പർ. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് സിസ്റ്ററിൻ്റെ മാരേജൊക്കെ വന്നു. ആ ടൈം ആകുമ്പോഴത്തേക്ക് കുറച്ച് പാടായിരുന്നു എനിക്ക്, മാരേജും പിന്നെ അതുപോലെ തന്നെ പഠിത്തവും എല്ലാം കൂടെ. പക്ഷെ എന്നാൽ പോലും ഞാൻ ഒരു 1.5 months അത് ക്ലിയർ ചെയ്തു. പഠിച്ച് 1.5 മാസം കൊണ്ട് പഠിച്ച പേപ്പർ എടുത്ത് ക്ലിയർ ചെയ്തു. അതും ഞാൻ ഒരു റിവിഷൻ കിറ്റ് ആണെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും ഞാൻ മേടിച്ചിട്ടില്ല. ഇപ്പം എല്ലാം PDF ആയിട്ട് അവൈലബിൾ ആണ്. അന്ന് PDF ആയിട്ട് അവൈലബിൾ അല്ല. അന്ന് നമ്മൾ ഹാർഡ് കോപ്പി നമ്മൾ BPP-ന്നോ അല്ലെങ്കിൽ കപ്ലാനിന്നോ മേടിക്കണം. ആ ഒരു ടൈമിൽ ഞാൻ എന്തെന്ന് വെച്ചാൽ, ഞാൻ ആ ഹോസ്റ്റലിലെ മൂല കിടക്കുന്ന ബുക്ക് പോയി തട്ടിയെടുത്ത്, പിന്നെ ഞാൻ ചിന്തിച്ചത് ഫീസ്. അതെ, പേരറിയാത്ത കുറേ പേരൊരു താങ്ക്സ് ഉണ്ട്. പിന്നെ ആ ബുക്ക്, പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, എക്സ്പെൻസീവ് ആണ് എക്സാംസ് ഒരു പ്രാവശ്യം പൊട്ടിയാൽ വീണ്ടും ആ എമൗണ്ട് തന്നെ നമ്മൾ വീണ്ടും പേ ചെയ്യണം. അതൊരു മോട്ടിവേഷൻ ആയിരുന്നു എനിക്ക് പഠിക്കാനായിട്ട്. ഈവൻ ദോ ആ ഇംഗ്ലീഷൊക്കെ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണല്ലോ, സ്ട്രഗ്ലിംഗ് ആയിരുന്നു കുറച്ചൊക്കെ. ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു പഠിച്ചത്. അതെ. പക്ഷേ അറിയാലോ, നമ്മുടെ കേരള സിലബസിൽ ഇംഗ്ലീഷ് മീഡിയം നല്ല ഡിഫറൻസ് ഉണ്ട്. അതെ. ഈവൻ അങ്ങനെയാണെങ്കിൽ പോലും
നമ്മളിവിടെ എത്തി ആ ഒരു ബുക്കൊക്കെ കണ്ട് ഫുൾ ഇരുന്ന് വായിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല. എന്നാൽ പോലും ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മനസ്സിലാക്കാൻ തുടങ്ങി. ഈവൻ എൻ്റെ കൂടെയുള്ള സ്റ്റുഡൻസ് ആണല്ലോ, ACC ആണല്ലോ, അവരോടൊക്കെ ചോദിച്ചു മനസ്സിലാക്കി. എനിക്ക് ദുബായിൽ നിന്നൊക്കെ കുറേ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ അത്യാവശ്യം നല്ല ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ നല്ല അത്യാവശ്യം ഒരു കംഫർട്ടബിൾ ആയിരുന്നു ആ ലാംഗ്വേജൊക്കെ. സോ ഞാൻ അവരെ ഇപ്പോൾ ഇറിറ്റേറ്റ് ചെയ്യും, ഇതൊന്ന് പറയാം അതൊന്ന് പറയാം. എനിക്ക് എങ്ങനെയും പഠിച്ചെടുത്താൽ മതി, എനിക്ക് എങ്ങനെയും പാസ്സാവണം, എനിക്ക് എങ്ങനെയും പോകണം. എനിക്ക് ആ ഒരു എന്താ പറയുക, വീണ്ടും പേ ചെയ്യാനൊന്നും ഇല്ല, ആ ടൈമും ഇല്ല. വീണ്ടും അതെ, കുറെ കാര്യങ്ങളുണ്ടല്ലോ, നമ്മളുടെ ടൈമില്ല, മണിയില്ല, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ആ ഒരു ഫേസ് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ആ ഒരു എക്സാം, ഓൺ ഡിമാൻഡ് എക്സാം ആദ്യം ഞാൻ പോയി എഴുതിയത്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആദ്യം പോയി എക്സാം എഴുതി ഞാൻ ആ ബാച്ചിൽ. അപ്പോൾ ആദ്യത്തെ എക്സാമാണ്. ആദ്യത്തെ എക്സാം ആകുമ്പോഴും CB സെൻറ്ററിൽ എന്തോ ഇഷ്യൂസ് ആണ്. സാറ്റർഡേ ആണ്, എനിക്ക് സൺഡേ എൻ്റെ സിസ്റ്ററിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. ഓക്കെ, സാറ്റർഡേ ഞാൻ പോയി എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെന്നൊക്കെ പറയും. പോയാൽ നിങ്ങളുടെ ക്യാഷ് പോയി എന്നൊക്കെ അവർ പറയും. എനിക്കാണെങ്കിൽ പേടിയായി, പാനിക്കുമായി. എന്നാലും ആ ഒരു ലോജിക്കൊക്കെ വെച്ചിട്ട് ആദ്യത്തെ പേപ്പറുമാണ്, പാസ്സായി. അത്യാവശ്യം നല്ല മാർക്കും ഉണ്ടായിരുന്നു. വൺസ് ACC ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ മെമ്പറായി കഴിഞ്ഞപ്പോൾ ആ സ്ട്രഗിൾസ് ഒക്കെ സ്വീറ്റ് മെമ്മറി. ആ ACCA സ്റ്റുഡൻസിനെ സംബന്ധിച്ച് റിസൾട്ട് വരുന്ന ആ ഒരു ഡേ ഉണ്ട്. ഇപ്പം സ്കിൽ ലെവലിലേക്ക് കയറുമ്പോൾ റിസൾട്ട് വരുന്നൊരു ടൈമുണ്ട്. ആ ടൈം ആകുമ്പോഴത്തേക്ക് ആ ടൈമിൽ നമുക്ക് ഉറക്കം കാണത്തില്ല. മോർണിംഗ് 4-നൊക്കെ ആയിരിക്കും വരുന്നത്. UK ടൈം വെച്ചിട്ട് മോർണിംഗ് 4-നൊക്കെ ആയിരിക്കും വരുന്നത്. മോർണിംഗ് 4 AM ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്താൽ ദിവസം നമുക്ക് ഒരു ടെൻഷനായിരിക്കും. മോർണിംഗ് വരെ ചിലപ്പോൾ എങ്ങനെയൊക്കെ ഒന്ന് ഉറങ്ങി റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് എഴുന്നേക്കണം എന്ന രീതിയിലൊക്കെ ആയിരിക്കും. പക്ഷെ 4 AM ഒക്കെ ആകുമ്പോൾ ഇവൻ ഞാൻ മെമ്പറായി കഴിഞ്ഞിട്ട് ഇപ്പോഴും ഞാൻ എഴുന്നേക്കും. റിസൾട്ട് വരുന്ന ദിവസമാണ്, പിറ്റേ ദിവസം സ്റ്റുഡൻസ് ഉണ്ട്, എന്നാലും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എഴുന്നേക്കും ആ ഒരു ടൈമിൽ. ഭയങ്കര മെമ്പറായ ഒരു മൊമെന്റ് ആണ് ഏറ്റവും പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിട്ട് തോന്നുന്നത്. അല്ല, എനിക്ക് ആദ്യത്തെ പേപ്പർ പാസ് ആയപ്പോഴാണ് ഒരു പ്രൗഡ് ആയിട്ടുള്ള മൊമെന്റ് തോന്നിയത്. അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ബാക്കി പേപ്പേഴ്സ് എനിക്ക് ചെയ്യാൻ പറ്റും. കാരണം MA എനിക്ക് കുറച്ച് ടഫായിട്ട് തോന്നി. അത് ഇപ്പോൾ FA ആയപ്പോഴത്തേക്ക് ഞാൻ ഫാക്കൽറ്റി, ഞാൻ പറയല്ലോ, ഒരു നമ്മൾ എന്തെങ്കിലും പഠിക്കുകയാണെങ്കിൽ ആ ഫാക്കൽറ്റീനെ ഇഷ്ടപ്പെടണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ സബ്ജക്റ്റും ഫാക്കൽറ്റീനെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ആ പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു ഫാക്കൽറ്റീനെ, ആ പേപ്പറിനെ നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറയുവാണെങ്കിൽ ഇപ്പോൾ ഞാനൊരു പറയുന്നൊരു ട്യൂട്ടറിൻ്റെ കാര്യം പറയില്ലേ, ആളാണെങ്കിൽ പോലും ആൾ വന്നപ്പോൾ പറഞ്ഞു ഞാനൊരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, എനിക്ക് പേടിയാണ് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട്, ഭയങ്കര പേടിയാണ്, ഞാൻ പാസ്സാകത്തില്ലെന്നൊക്കെ തോന്നുന്നത് എന്ന് പറയും. ഞാൻ പറയും, നീ ഇത് പഠിക്കുമ്പം അതെന്തെങ്കിലും കണക്ട് ചെയ്ത് പഠിക്കുക, പിന്നെ ആ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെട്ട് പഠിക്കുക. ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ നിനക്ക് എന്തായാലും അത് കിട്ടും എന്ന് പറഞ്ഞ് അവനെ പഠിപ്പിച്ചു. ഞാൻ പറയല്ലോ, എബോ 80 ആൾ പാസ്സായത്. എബോ 80 സ്കോർ ചെയ്തു. എന്തെങ്കിലും പ്രത്യേക സ്റ്റഡി മെത്തേഡ്സ് എല്ലാം ഫോളോ ചെയ്തിരുന്നു? കാരണം ഡിഗ്രി ഉള്ള ആളല്ലല്ലോ, അപ്പം എങ്ങനെയായിരുന്നു ഒരു ഫേസ്? ഞാൻ പറയും, മോട്ടിവേഷൻ ഫസ്റ്റ് മണിയായിരുന്നു. മോട്ടിവേഷൻ അല്ല, ഞാൻ പറഞ്ഞു എന്താ പറയുന്നത്, ഫസ്റ്റ് മണിയായിരുന്നു, എങ്ങനെയാണ് പഠിച്ചെടുക്കുക എന്ന രീതിയായിരുന്നു. ആദ്യത്തെ കുറച്ച് പേപ്പേഴ്സ് ഞാൻ ഇരുന്ന് പഠിച്ചു. വെച്ചാൽ ചിലപ്പോൾ ഫസ്റ്റ് നമുക്ക് ആരും ഗൈഡ് ചെയ്യാനില്ലല്ലോ, ഇത് ഇത്ര നേരം ഇരുന്ന് പഠിക്കണം ഒന്നുമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു 8 to 9 hours അല്ല, മോർ ദാൻ 16 hours വരെ പോയ ഡേയ്സ് ഉണ്ട് എക്സാംസിനൊക്കെ മുമ്പ്. ഞാൻ പറയുവാണെങ്കിൽ നോർമലി ഒരു സ്റ്റുഡൻറ്റ് പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡെയിലി പഠിക്കുവാണെങ്കിൽ ഒരു 3 monthsലേക്ക് പഠിക്കുന്ന എക്സാംസ് ഉണ്ട്, അത് അറ്റംപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓരോ ദിവസം ഒരു 2 hours വെച്ച് നിങ്ങൾ പഠിക്കുക. 2 hours പഠിക്കുക. ആ ടോപ്പിക് കഴിഞ്ഞാൽ തന്നെ റിവിഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ACC ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് സ്റ്റഡി ഹബ്ബ്, അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ്, ഈവൻ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ACCയുടെ എക്സാംസിൽ വരാനായിട്ട് ചാൻസസ് ഉള്ളതാണ്. ആ ഒരു സെർട്ടൈൻ കൈൻഡ് ഓഫ് ആ ഒരു സ്റ്റൈലിൽ, കാരണം ACCയുടെ തന്നെയാണല്ലോ ഈ ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അത് പ്രാക്ടീസ് ചെയ്താൽ എന്തായാലും ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റും. പിന്നെ ഞാൻ പറയില്ല, നിങ്ങളെ തന്നെ നിങ്ങൾ വിശ്വസിക്കുക, എനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എനിക്ക് പറ്റും, എന്നെക്കൊണ്ട് പറ്റും എന്ന രീതിയിലാക്കുക. 2021 മെമ്പറായത്. അതിനുശേഷമുള്ള കരിയർ ജേണി ഒന്ന്? ഞാൻ 21 മെമ്പറായെങ്കിലും അതിന് മുന്നേ തന്നെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. സോ പഠിക്കുന്ന കൂടെ തന്നെ വർക്ക് ചെയ്ത് ആദ്യം ഞാൻ പറഞ്ഞ CA ഫേമിലൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തത്. പിന്നെ ഒരു ഔട്ട്സോഴ്സിങ് ഫേമിലേക്ക് കയറി, ഗുജറാത്ത് ബേസ്ഡ് ആയിട്ടുള്ള UK ഔട്ട്സോഴ്സിങ് ഫേമിൽ കയറി. അവിടെ ഞാൻ പറഞ്ഞു സ്ക്രാച്ചിൽ നിന്ന് തന്നെ ഒരു ബാങ്ക് ബാലൻസ് കിട്ടിയ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക, അത് റെക്കോർഡ് ചെയ്ത് അതിനെ മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്ത് അത് സൈൻഡ് അക്കൗണ്ട്സ് ആക്കി അത് എങ്ങനെ ഫയൽ ചെയ്യുന്നത് അവിടെ വരെ നമ്മൾ ചെയ്യണം.
കോഡ് ടു റിപ്പോർട്ട് കംപ്ലീറ്റ് അതെ അതെ. അപ്പോൾ അതൊരു ഒബ്വിയസ്ലി ഒരു ബിഗ് ഇമ്പാക്റ്റ് എൻ്റെ ലൈഫ് ഉണ്ടായിരുന്നത്. ഒരു ടെക്നിക്കൽ പോയിന്റ്സ് ഒക്കെ ക്ലിയർ ചെയ്യാനും അതുപോലെ തന്നെ ഒരു ടെക്നിക്കലി സ്ട്രോങ് ആകാനൊക്കെ ആയിട്ട് അത് ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ബെനിഫിഷ്യലായി. ദെൻ അത് കഴിഞ്ഞ് എൻ്റെ എയിം ആയിട്ട് തന്നെ വേറൊരു ഔട്ട്സോഴ്സിങഗ് ഫോം, ഡയറക്റ്റ് ആയിട്ടുള്ള ഫോം ആയിരുന്നു. അത് ഔട്ട്സോഴ്സിങ് ഫോമിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോം ആയിരുന്നു. അവിടെ എയിം ആയിട്ട് ജോബ് ചെയ്തു. പക്ഷേ അവിടുത്തെ കൾച്ചറൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ ഞാൻ എന്തെന്ന് വെച്ചാൽ വേറെ ഇൻ്റർവ്യൂ അറ്റംപ്റ്റ് ചെയ്തു. ഇങ്ങോട്ട് തന്നെ എനിക്ക് കോൾ വന്നത് ബിഗ് ഫോറിൽ നിന്ന് കോൾ വന്നു. ഇങ്ങോട്ട് തന്നെ വന്നത്. ഞാൻ അപ്ലൈ ചെയ്ത്, ഞാൻ എവിടെ അപ്ലൈ ചെയ്ത് എനിക്ക് ഓർമ്മ പോലും ഇല്ല. ഞാൻ എവിടെയാണ് അപ്ലൈ ചെയ്തത് എനിക്കൊന്നും ഓർമ്മയില്ല. മേ ബി എൻ്റെ CV കാണുമായിരിക്കും അവരുടെ ഇത്. സോ അവർ വിളിച്ച് അന്ന് തന്നെ ഇൻ്റർവ്യൂ സെറ്റ് ചെയ്ത് ആ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ തന്നെ ഞാൻ നോട്ടീസ് ഇട്ടു. എനിക്ക് HR അടുത്ത് ഒരു കൺഫർമേഷൻ പോലും കിട്ടിയില്ല പാസ്സായിട്ട്. ടെക്നിക്കൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ അന്നേരം തന്നെ നോട്ടീസ് ഇട്ടു. അപ്പുറത്ത് ഡിസ്കസ് ചെയ്ത് പോയ പോയിന്റ് ബിലീവ് ഇൻ യുവർ സെൽഫ്. അതെ, ബിലീവ് ഇൻ യുവർ സെൽഫ്. നമ്മൾ എത്രത്തോളം കോൺഫിഡൻ്റ് ആണ്, നമ്മൾ ടെക്നിക്കലാണ്, സോഫ്റ്റ് സ്കിൽസ് ആണെങ്കിലും ടെക്നിക്കൽ സ്കിൽസ് ആണെങ്കിലും ഹാർഡ് സ്കിൽസ് ആണെങ്കിലും നമ്മൾ എത്രത്തോളം കോൺഫിഡൻ്റ് ആണ് എന്ന രീതിയിലിരിക്കും. സോ ഞാൻ എന്ത് ചെയ്ത് അന്നേരം നോട്ടീസ് ഇട്ടു. അങ്ങനെ പിന്നെ ഒരു 2-3 ഡേയ്സ് അല്ല 20 ഡേയ്സ് കഴിഞ്ഞു. 2-3 ഡേയ്സിൽ കൺഫർമേഷൻ വന്നു. ഇന്റർവ്യൂ പ്രോസസ്സ് എന്താ മെൻഷൻ ചെയ്യുക? കാരണം കുറേ പേർക്കുള്ള വലിയൊരു സംശയമാണ് എങ്ങനെയായിരിക്കും ഒരു ബിഗ് 4 കമ്പനിയിലെ ഇന്റർവ്യൂ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അതിന് മുന്നേ ഈ കോവിഡിൻ്റെ ഇമ്പാക്റ്റിന് മുന്നേ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഏതെങ്കിലും ഹോട്ടലിലോ അല്ലെങ്കിൽ EYയുടെ ഓഫീസിൽ അല്ലെങ്കിൽ KPMGയുടെ ഓഫീസ് അവിടെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു വോക്കിൻ ഇൻ്റർവ്യൂ ആയിരിക്കും. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ എല്ലാം ഓൺലൈനാണ്. കോസ്റ്റും കുറയ്ക്കാം. ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഒരു മാനേജർ, ഒരു സീനിയർ മാനേജർ ആയിരിക്കും അവിടുത്തെ ആളുകൾ വർക്ക് ചെയ്യുമായിരിക്കുമല്ലോ. ഒബ്വിയസ്ലി ഒരു ക്ലയൻറ്റിൽ വർക്ക് ചെയ്യുമായിരിക്കും. അപ്പം ആളുടെ ടൈമും കളഞ്ഞ് വേണം വോക്കിൻ വരുമ്പോൾ അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു 1 ഡേ അല്ലെങ്കിൽ 2 ഡേയ്സ് കളയേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ റിമോട്ടായി. ഇപ്പോൾ കോവിഡിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ട് തന്നെ ആ ഒരു ഇൻ്റർവ്യൂസ് ഓൺലൈൻ ആകുമ്പോൾ എന്താ ഒരു 20 മിനിറ്റ്സിൽ അവർക്ക് വരിക, കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, പോവാം. അവിടെ HRൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും പ്രത്യേകിച്ച് വരില്ല. ആദ്യം ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിക്രൂട്ടർ വിളിച്ചിട്ട് നമ്മൾ ചോദിക്കും സ്പെസിഫിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്താണ്, അതുപോലെ തന്നെ എക്സ്പീരിയൻസ്. ഇപ്പോൾ എക്സ്പീരിയൻസ്ഡ് ആണെങ്കിൽ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിക്കുക. അവർക്ക് കുറച്ച് കീവേഡ്സ് വേണം. അതൊക്കെ നമുക്കുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. നമ്മളൊരു റിക്രൂട്ടറിൻ്റെ കോൾ വരുമ്പോൾ നമ്മൾ മാക്സിമം എടുക്കാൻ നോക്കുക. എടുക്കാതെ തിരിച്ച് ഞാൻ കുറച്ച് ബിസിയാണ് തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെയ്യില്ല. കാരണം അവരൊരു 1000 കാൻഡിഡേറ്റ്സിനെ വേണമെങ്കിൽ വിളിക്കുമായിരിക്കും. അപ്പോൾ ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു കോൾ അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് മാക്സിമം നമ്മുടെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങളും പിന്നെ അതുപോലെ ടൈമും പറഞ്ഞു നമ്മുടെ കംഫർട്ടായിട്ടുള്ള എന്നാണ് നമുക്ക് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ടൈം പറഞ്ഞു കൊടുക്കുക. അത് അങ്ങനെ ഞാൻ അവിടെ സംസാരിച്ചു. ഇൻ്റർവ്യൂവിന് HR ഒരു പ്രത്യേകിച്ച് ഒന്നും കോളില്ലായിരിക്കും. ടെക്നിക്കലായിട്ടുള്ളൊരു സീനിയർ മാനേജറൊക്കെ ആയിട്ട് 2 പേര് കാണും, 2-3 പേര്, ഡിപ്പെൻസ്, ഓരോ സ്ഥലത്തെ പോലിരിക്കും. അവർ വരും, നമ്മുടെ അടുത്ത് ടെക്നിക്കലായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അവർ നമ്മളതിന് സ്ട്രോങ് ആണെന്ന് കണ്ടാൽ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാൻ പഠിച്ചോളും. ഞാനത് പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ലേണറാണെന്ന് കണ്ടാൽ എന്തായാലും അവരെന്ത് ചെയ്യും, നമ്മളത് റിക്രൂട്ട് ചെയ്യും ഉറപ്പായിട്ടും. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് HR കൺഫർമേഷൻ വരും. പിന്നെ കുറച്ച് ഡിലേ വരും ഈ ഓഫർ ലെറ്റർ. ഡിപ്പെൻസ് ആ ഒരു റോളിൻ്റെ ഇമ്പോർട്ടൻസ് പോലെ ഇരിക്കും. പെട്ടെന്ന് കിട്ടിയ ഒരു അർജൻറ്റ് ഹയറിംഗ് ആണെങ്കിൽ അവർ അന്നേരം തന്നെ എല്ലാം ഓഫർ ആണെങ്കിൽ അതെ പ്രോസസ് സ്പീഡാക്കും. ഇല്ലെങ്കിൽ ഡിലേ ആകും. ചിലപ്പോൾ ഒരു 20 ഡേയ്സ് ഒക്കെ ഡിലേ ആയിട്ടുണ്ട് ഓഫർ ലെറ്റർ കിട്ടാൻ. 2022 ഒരു ബിഗ് 4 എൻട്രി ചെയ്തു. എന്താണ് വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെ? കാരണം ബിഗ് 4 കമ്പനികളിൽ ഓവർ ടൈം ജോലി ചെയ്യേണ്ടി വരുന്നു, 16 hours ഒക്കെ ജോലി ചെയ്യേണ്ടി വരുന്നു എന്നൊക്കെ വാർത്തകളിൽ കാണുന്നുണ്ട്. എന്താണ് ഒരു വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെ? റിയാലിറ്റിയിലേക്ക് നോക്കുമ്പോൾ ഞാനൊരു ഔട്ട്സോഴ്സിങ് ഫേമിലേക്ക് സ്മോൾ മീഡിയം ഫേംസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഫേമിൽ നിന്ന് ഞാൻ ബിഗ് 4ലേക്ക് പോയപ്പോൾ എനിക്ക് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായത്. എൻ്റെ ലൈഫിൽ തന്നെ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെൻ്റ് ഉണ്ടായത്. ഞാൻ ആ ഒരു ബിഗ് 4ലേക്ക് ബിഗ് 4ലേക്ക് സ്റ്റെപ്പ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ അത്യാവശ്യം നല്ല ഇൻഫ്രാസ്ട്രക്ചറും ആ ഒരു എൻവയോൺമെൻറ്റും ഒക്കെ ഡിഫറെൻ്റ് ആയിരുന്നു. അപ്പോൾ പിന്നെ ഒരു 1-2 months ട്രെയിനിങ് ഒക്കെ കിട്ടും. അവിടുത്തെ എല്ലാം പ്രോപ്പറായിട്ടുള്ള അതൊരു ബിഗ് 4 അക്കൗണ്ടിങ് ഫേം ആയതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള എത്തിക്കൽ ട്രെയിനിങ്ങും പിന്നെ റിക്വയർഡ് ആയിട്ടുള്ള മാൻഡേറ്ററി കംപ്ലയിൻസ് ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് മെയിൻലി ടെക്നിക്കൽ ട്രെയിനിങ് കിട്ടുന്നത്. നമ്മളൊരു ഗ്രൂപ്പിലേക്ക് അസൈൻ ചെയ്യുന്നു, ആ ടീമിലേക്ക് ട്രെയിനിങ് കിട്ടുന്നത്. ആൻഡ് ഞാൻ കയറിയ ടീം ഡിപ്പെൻസ്. ഞാൻ ഇപ്പോൾ പറയാമല്ലോ വർക്ക് ലൈഫ് കുറച്ച് പാടായിരുന്നു എന്നൊക്കെ പറയാമല്ലോ. ഡൊമൈൻ ഡിപ്പെൻസ് ഓൺ ഡൊമൈൻ ആൻഡ് ടീം. നമ്മളുടെ വർക്ക് ലൈഫ് എങ്ങനെ പോകും അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കുറച്ച് ഈ ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ഞാൻ കയറിയ ടീം അത്യാവശ്യം നല്ല ടീമായിരുന്നു. മാനേജർ നല്ലതായിരുന്നു. എൻ്റെ അടുത്ത് HR എന്ന് വിളിച്ചപ്പോൾ പറയുന്നത് എൻ്റെ ഇൻ്റർവ്യൂ എടുത്ത മാനേജർ പറയുന്നത് അതൊരു എന്താ പറയുക, ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ടാക്സിലേക്കാണെങ്കിൽ ആ ടാക്സിൽ ഏത് റോളിൽ വേണമെങ്കിൽ ഏത് ടീമിൽ വേണമെങ്കിൽ കയറാം. പക്ഷേ ആ മാനേജർ എൻ്റെ ഇൻ്റർവ്യൂ എടുത്ത മാനേജർ പറയുന്നത് രാഹുലിനെ എൻ്റെ ടീമിൽ വേണം. അത് HR അടുത്ത് മെൻഷൻ ചെയ്തത്.
അപ്പോൾ പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടു, പുള്ളിക്കാരുടെ ടീമിൽ തന്നെ വേണം എന്ന് പറയും. സോ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും എനിക്ക് അത്യാവശ്യം നല്ല കംഫർട്ടായിരുന്നു ആദ്യം. പിന്നെ ഞാൻ കുറച്ചും കൂടെ എനിക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അതിൻ്റെയൊക്കെ ടാക്സ് ആയിരുന്നു, ഇൻവെസ്റ്റ്മെൻറ്റ് ടൈപ്പ് പ്രൈവറ്റ് ഇക്വിറ്റി അതിൻ്റെയൊക്കെ ടാക്സ് ആയിരുന്നു. സോ എനിക്ക് അതിനോട് വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ നോർമൽ കോർപ്പറേഷൻ ടാക്സിലേക്ക് മാറാൻ ചോദിച്ചു. പിന്നെ അവർ ഒബ്വിയസ്ലി അവർ തന്നു എനിക്ക് ഈസി ആയിരുന്നു. ഈസി ആയിട്ട് തന്നെ ഞാൻ വേറൊരു ടീമിലേക്ക് മാറി. അവിടെയാണെങ്കിൽ പോലും അവിടെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല MNCs-ന്റെ ടാക്സേഷനാണ്. അപ്പോൾ ഈ MNCs-ന്റെ ടാക്സേഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടൈമും ഞാൻ സ്പെൻഡ് ചെയ്യണം, പഠിക്കുകയും ചെയ്യണം. ഇപ്പോൾ അത് ഞാൻ പ്രൈവറ്റ് ഇക്വിറ്റി ടാക്സ് ആണ്, അപ്പോൾ ദാറ്റ് ഈസ് വെരി ഡിഫറെൻറ്റ് ഫ്രം ഈ നോർമൽ കോർപ്പറേറ്റ് ടാക്സിലേക്ക്. അതും ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ഞാനത് ഒരു 4 months എനിക്ക് പ്രോഗ്രഷൻ കിട്ടണമെങ്കിൽ ഞാനിപ്പം എനിക്ക് ഈ ലാസ്റ്റ് ഞാൻ പ്രൊമോട്ടഡ് ആയി. അപ്പോൾ ആ ഒരു 4 months എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആ ടൈമിൽ ഞാൻ നല്ല എഫേർട്ട് ഇട്ടു. നല്ല എഫേർട്ട് ഇട്ടാണ് എൻ്റെ പെർഫോമൻസ് അവർക്ക് ഇഷ്ടപ്പെട്ടു, സാറ്റിസ്ഫൈഡ് ആയിരുന്നു അത്യാവശ്യം. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രൊമോഷൻ കിട്ടുകയും ചെയ്തു. അവിടെ 1 year ആയിട്ട് എനിക്ക് 2 years ആയിട്ടുള്ള എൻ്റെ ലെവലിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഈ 4 months-ന്റെ പെർഫോമൻസ് കാരണം അവരെനിക്ക് പ്രൊമോഷൻ തന്നു. അതുപോലെ തന്നെ ഇപ്പം പറഞ്ഞു അവേഴ്സ്. ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ ഹ്യൂമൻ റിസോഴ്സസ് ആണ് ചീപ്പായിട്ട് കിട്ടുന്നത്, ചീപ്പ് അവൈലബിലിറ്റി ആണ് കമ്പയർഡ് ടു യൂറോപ്പ്. അതെ UK-ല് നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ അത് പറയാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ അവേഴ്സാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്, അതിനാണ് അവർ സെല്ല് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ എന്തായാലും ചാർജ് ചെയ്തേ പറ്റൂ. കൂടുതൽ ചാർജ് ചെയ്താൽ കൂടുതൽ അവർക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഓഡിറ്റിങ്ങിൽ അല്ലെങ്കിൽ ടാക്സിലേക്ക് എത്തുമ്പോൾ ഈ ഓഡിറ്റിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇന്ത്യ അതുപോലത്തെ ഫോംസിൽ അത്യാവശ്യം നല്ല സ്ട്രഗ്ലിംഗ് ആയിരിക്കും. അതുപോലെ തന്നെ ഹെക്ടിക് ആയിരിക്കും വർക്കൊക്കെ വരുന്നത്. അത് നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കണം. നമുക്കിപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മളത് എന്ത് ചെയ്യുക, അവരുടെ അടുത്ത് പറയുക, നമ്മൾ സ്പീക്കപ്പ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അത് എസ്കലേറ്റ് ചെയ്യുക. മാനേജേഴ്സ് എടുത്തും സീനിയർ മാനേജേഴ്സ് എടുത്തും നമുക്ക് പറ്റില്ല, നമ്മുടെ കപ്പാസിറ്റിൻ്റെ മുകളിലാണ് ഇത് പോകുന്നത്. അപ്പോൾ ഈ ഓവർ ബേർഡൻ എടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് എന്താ, നമുക്ക് ബെറ്റർ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അത് എസ്കലേറ്റ് ചെയ്യുക. നമുക്ക് സൊല്യൂഷൻ എന്തായാലും കാണും, സൊല്യൂഷൻ കാണും, അത് നമുക്ക് കിട്ടും. പ്രോപ്പർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം അവർ ഹ്യൂമൻ ബീങ്സ് ആണ്, അവർക്കും അറിയാം നമ്മൾ സ്ട്രഗ്ലിംഗ് ആണ്. നമ്മളൊന്നും മിണ്ടാതെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ഓർക്കും ഓക്കെ ഹീസ് വർക്കിംഗ്, സോ ഹീസ് കേപ്പബിൾ എന്ന് ഓർത്തിട്ട് അവരെന്ത് ചെയ്യും, വീണ്ടും ടാസ്ക് എടുത്തുള്ളൂ, കൂടുതൽ ടാസ്ക് എടുത്തുള്ളൂ, കുറയ്ക്കത്തില്ല. ഇപ്പോൾ ഉള്ള റോളിൽ ഇൻ്റർവ്യൂസ് എടുക്കാറുണ്ടല്ലോ, എന്തായിരിക്കും ഇൻ്റർവ്യൂവിന് മുമ്പിൽ വരുന്നവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ക്വാളിറ്റീസ് എന്താണ്? ഞാൻ അങ്ങനെ ഈ ഫേമിന് വേണ്ടി ഇൻ്റർവ്യൂ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ അല്ലാണ്ട് മോക്ക് ഇൻ്റർവ്യൂസ് എടുക്കാറുണ്ട്. എടുക്കുമ്പം ഞാൻ കാണുന്നത് സ്റ്റുഡൻസ് ആരും കൂടുതൽ ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ വരുന്നത്. ഒരു പ്രിപ്പറേഷൻ വരുമ്പം ചെയ്ത് വരുന്ന സ്റ്റുഡൻസിനെ അല്ലാതെ വരുന്ന സ്റ്റുഡൻസിനെ നമുക്ക് കണ്ടറിയാം. ഒരു CA അല്ലെങ്കിൽ ECCA പഠിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടണം എന്നില്ലല്ലോ. എംപ്ലോയബിലിറ്റി സ്കിൽസ് ഡെവലപ്പ് ചെയ്തിട്ടാണ്. ഈവൻ സിവിൽ സർവീസ് ആണെങ്കിൽ പോലും എല്ലാ നോളജ് ഉണ്ടെങ്കിൽ പോലും ഇന്റർവ്യൂവിൽ പെർഫോം ചെയ്യുന്ന പെർഫോം ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അതെ ഒബ്വിയസ്ലി. അപ്പോൾ അറ്റ് ദ എൻഡ് നമ്മളൊരു ഇന്റർവ്യൂവിൻ്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിച്ച് നമുക്ക് ആ ഒരു സ്കില്ല് കാണിക്കാം, പ്രൂവ് ചെയ്യണം. ഇയാളെ എടുത്ത് ഇപ്പോൾ ഇവനൊന്നും അറിയില്ല, ടെക്നിക്കലി ഇവനൊന്നും അറിയത്തില്ല, എന്നാൽ പോലും ആൾക്ക് ടാസ്ക് കൊടുത്താൽ അത് വില്ലിംഗ് ടു ലേൺ, അതെ ഫാസ്റ്റ് ലേണറാണ്, ഇല്ലെങ്കിൽ ആളത് കംപ്ലീറ്റ് ചെയ്യും എന്നൊരു ഇത് കൊടുക്കുവാണെങ്കിൽ, ഇമ്പാക്റ്റ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് എന്തായാലും അവരെ ഹയർ ചെയ്യും. സോ ബെറ്റർ നമ്മൾ ഇപ്പോൾ പറയാം കേസ് സ്റ്റഡീസ്, സർട്ടിഫിക്കേഷൻസ്, അതെ ഈ കേസ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ട് നമ്മുടെ CV-ക്ക് വെയിറ്റേജ് കൊടുക്കുക. അപ്പോൾ ഒരു ഫ്രഷർ ആണെങ്കിൽ എന്തായാലും വെയിറ്റേജ് കൂടും, നമ്മുടെ CV-ക്ക് വെയിറ്റേജ് കൂടും. ആൻഡ് സെക്കൻഡ് തിങ് ഞാൻ കണ്ടത് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഭയങ്കര കുറവാണ് സ്റ്റുഡൻസിന്. ഈവൻ ഞാൻ കുറേ വെബിനാർ എടുക്കുമ്പോഴാണെങ്കിലും സ്റ്റുഡൻസ് ആരും മിണ്ടുന്നില്ല. അവരാ കംഫർട്ട് സോണിൽ ഞാൻ സംസാരിച്ച് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവരെന്ത് വിചാരിക്കും, അതെ ഇവൻ ക്യാമറ ഓൺ ആക്കണം പറയുന്നില്ല, മൈക്ക് ഓൺ ആക്കിയിട്ടെന്ന് സംസാരിക്കാൻ പറയാൻ പോലും ആരും ഒന്നും മിണ്ടുന്നില്ല. അവരൊക്കെ ആ സേഫ് സോണിൽ പേടിച്ചിരിക്കുക. നമ്മുടെ എഡ്യൂക്കേഷൻ കമ്പനിയുടെ മുമ്പിൽ അവരെ പ്രസന്റ് ചെയ്യേണ്ടവരാണ് ഫ്യൂച്ചറിൽ. അതെ അതൊരു ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ഒരു ഡ്രോബാക്ക് ആണ്. ആരും ഒന്ന് സ്പീക്കപ്പ് ചെയ്തൊരു കോൺഫിഡൻസ് ഇല്ല. സ്കിൽസ് നമ്മൾ സ്കൂളിൽ നിന്ന് തന്നെ സ്കിൽസ് ഡെവലപ്പ് ചെയ്ത് വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് ചെയ്യാൻ പറ്റാത്ത ഒരാളെന്ന രീതിയിൽ ഞാൻ പറയുന്നതാണ്. സ്കൂളിൽ നിന്ന് തന്നെ നമ്മൾ ഒരു ഈവൻ എന്താ പറയുക ഒരു 10th സ്റ്റാൻഡേർഡ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല സ്കിൽഡ് ആയിരിക്കണം നമ്മൾ ലാസ്റ്റ് മിനിറ്റിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഫിനാൻസ് ഇൻഡസ്ട്രിയിൽ ഭയങ്കര ലൗഡായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, ഹൗ AI വിൽ ഇമ്പാക്ട്
ഓക്കെ, ഞാൻ ACCയുടെ ഒക്കെ ആണെങ്കിലും മീറ്റിങ്ങിലൊക്കെ പോകുമ്പോഴും അത് പറയുന്നൊരു ടോപ്പിക്കാണ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ബിഗ് ഫോറിലാണെങ്കിൽ അവരുടെ വെബിനാറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചോദിക്കുന്നതാണ് AI എങ്ങനെ ഇമ്പാക്ട് ചെയ്യും. അപ്പോൾ ആ എംപ്ലോയർ പറഞ്ഞതനുസരിച്ച് ഞാൻ പറയാം, ഒരിക്കലും AI നമ്മളെ റിപ്ലേസ് ചെയ്യത്തില്ല. AI നമ്മുടെ ജോബ് കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കും, നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ എനിവേ ഒരു AI-യുടെ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റോൾ, ഒരു പ്രോസസ്സാണെങ്കിൽ പോലും അതിനെ കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കുവാണെങ്കിൽ എനിക്കാണ് ഒരു ഈസിനെസ് വരുന്നത്, എന്നെ അത് ഹെൽപ്പ് ചെയ്യുക. സോ ഒരിക്കലും AI റിപ്ലേസ് ചെയ്യത്തില്ല, അല്ലേ AI കുറച്ചുകൂടെ നമ്മളെ അസിസ്റ്റ് ചെയ്യത്തേ ഉള്ളൂ. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കൊമേഴ്സ് ഫീൽഡിൽ കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ, അപ്പാർട്ട് ഫ്രം BCom or MCom or MBA എനിത്തിങ്, ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടാവേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? കാരണം ഒരു അഡ്വൈസാണ്, കാരണം ധാരാളം ഗ്രാജുവേറ്റ്സ് ഇത് കേൾക്കുന്നുണ്ടാവും. ഓക്കെ, നമ്മളൊരു നോർമൽ ട്രഡീഷണൽ BCom ഇല്ലെങ്കിൽ MCom MBA ഒക്കെ എടുത്ത് പോയാൽ നമ്മുടെ ഒരു കരിയർ ഗ്രോത്ത് എന്ന് പറയുന്നത് ഭയങ്കര സ്ലോ ആയിരിക്കും. നമ്മളൊരു 45-ലോ അല്ലെങ്കിൽ 50-ലോ അത്യാവശ്യം എയിം ചെയ്തൊരു കാര്യമില്ല, അവിടെ സ്റ്റക്ക് ആവും. ഒരു 45-46-ലൊക്കെ നമുക്ക് ഒരു 10 lakh അല്ലെങ്കിൽ 15 lakh കിട്ടിയിട്ട് ഫിനാൻഷ്യലി ഞാൻ പറയുകയാണെങ്കിൽ ഒരു കാര്യമില്ല. പക്ഷെ അത് നമ്മുടെ എൻട്രി ലെവൽ ജോബിന് തന്നെ നമുക്ക് കിട്ടുവാണെങ്കിൽ ബെറ്റർ അല്ലേ? സോ ഈ പ്രൊഫഷണൽ കോഴ്സസ് നമ്മുടെ ഫിനാൻഷ്യലി ആണെങ്കിലും സ്കിൽ ലെവലിലാണ്, സ്കിൽ സെറ്റ്, ഓക്കെ, സ്കിൽ ഡെവലപ്പ് ചെയ്യാനാണെങ്കിലും, പിന്നെ നമ്മുടെ ഒരു ആസ് എ പേഴ്സൺ നമ്മൾ കുറച്ച് വാല്യൂസ് ഉണ്ടല്ലോ, അത് ഡെവലപ്പ് ചെയ്യാനും, പിന്നെ നമ്മുടെ എന്താ പറയുക, നമുക്കൊരു റെസ്പെക്റ്റ് കിട്ടും, ഒരു റെസ്പെക്റ്റ് ഏൺ ചെയ്യാൻ പറ്റും. ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ് എന്ന് പറയുമ്പോൾ അതിന് വേറൊരു റെസ്പെക്റ്റ് ആണ്. ഇതിനൊക്കെ ഇമ്പാക്ട് ചെയ്യും ഈ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനും ഈ നോർമൽ ഡിഗ്രി. അതാണ് ആ ഡിഫറൻസ്. എനിക്ക് തോന്നുന്നു ഒരു 45 ഏജിൽ നോർമൽ ഡിഗ്രി പഠിച്ച ഒരാൾ പ്രൊമോട്ട് ചെയ്ത് 45 ഇയേഴ്സ് ആകുമ്പം, അല്ലെങ്കിൽ അയാൾക്ക് 45 വയസ്സാകുമ്പോൾ എത്തുന്ന പൊസിഷനിൽ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഒരു 25 തന്നെ എത്താൻ പറ്റും എന്നുള്ളതാണ്. അതെ അതെ. പിന്നെ ഒരു റിയാലിറ്റിയിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ 45 ഇയേഴ്സ് ആയെങ്കിൽ പോലും ആളുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് കരിയർ ഗ്രോത്ത് കിട്ടണമെങ്കിൽ എന്തായാലും ഒരു ക്വാളിഫിക്കേഷൻ വേണം. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ കൊമേഴ്സ് ആണെങ്കിൽ വേണം, ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്ക് ഫ്രണ്ടിലേക്ക് മൂവ് ആകാൻ പറ്റത്തുള്ളൂ. ഈ 45 ഇയേഴ്സുള്ള ഒരു സിനാരിയോ പറഞ്ഞല്ലോ, ആ 40 വയസ്സുള്ള ഒരാൾക്ക് പഠിക്കാൻ പറ്റുമോ ACC? ഒബ്വിയസ്ലി ഞാൻ പറയല്ലേ, 55 ഇയേഴ്സിൽ ഒരാൾ CA കംപ്ലീറ്റ് ചെയ്യുന്ന പറഞ്ഞ ഒരു ഫാക്ടർ അല്ല, ഞാൻ പറഞ്ഞത് ആ സമയത്ത് അവരുടെ ഒരു ലെവൽ വെച്ചിട്ട്, അതായത് കുറേ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും, അതിൻ്റെ ഒപ്പം കൊണ്ടുപോകാൻ പറ്റുന്നതാണോ? അതാ പറയുന്നത്. ആ ഒരു ഫാക്കൽറ്റി കംപ്ലീറ്റ് ചെയ്തു, CA കംപ്ലീറ്റ് ചെയ്തു, ആളുടെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട്, ഒബ്വിയസ്ലി വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട്, ഫാമിലിയുടെ സപ്പോർട്ട് വേണം. പിന്നെ ACCയിലേക്ക് കിടക്കുമ്പോൾ കുറച്ചും കൂടെ ഫ്ലെക്സിബിൾ ആണ് ACCA. ഇപ്പം 45 ഓൾഡ് ആണെങ്കിലും ആൾ വർക്ക് ചെയ്യുവാണെങ്കിലും ആൾക്ക് കൂടെ ചെയ്യാൻ പറ്റും. നമുക്ക് സ്റ്റുഡൻസ് ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് സ്റ്റുഡൻസിന്. അതും വേറെ ഫീൽഡിൽ നിന്ന് BCom കംപ്ലീറ്റ് ചെയ്തിട്ട് കുറേ നാൾ കഴിഞ്ഞു, ആളുടെ ലേണിംഗ് ഒരു ഫുൾ ടൈം സ്റ്റുഡൻറ് എന്ന രീതിയൊന്നും അല്ലല്ലോ, ഒരു വർക്കിംഗ് അല്ലേ, ഒരു 20 ഇയേഴ്സ് 25 ഇയേഴ്സ് ഒക്കെ വർക്കിംഗ് ആണുള്ളവർ. അപ്പോൾ ആളെ പഠിപ്പിക്കുമ്പോഴും എനിക്ക് കുറച്ച് പാടായിരുന്നു, കാരണം വീണ്ടും കുറേ ഡൗട്ട്സ് വരും അവർക്ക്. പക്ഷേ റിസൾട്ട് ഉണ്ടോ? അവർ ഒബ്വിയസ്ലി അവർ ഹാർഡ് വർക്ക് ചെയ്താൽ എന്തായാലും അവർക്ക് കിട്ടും. അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്ത ഒരു ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാ പ്രധാനപ്പെട്ട ആസ്പെക്റ്റും ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയും ആസ്പിരൻസിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഞങ്ങളെ പേഴ്സണലായിട്ടോ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൃത്യമായ ആൻസർ തരാൻ ശ്രമിക്കാം. സോ താങ്ക് യു എവരിവൺ. താങ്ക് യു രാഹുൽ, താങ്ക് യു ഫോർ യുവർ ടൈം.